ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصله جهنم وساءت مصيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്, ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മുഴുവനും പിന്നീട് സംശയത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റേതെങ്കിലും വഴിയെ നീ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പറയുമ്പോ ഏനി ഉസ്താദ് ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു തനതായ ഇസ്ലാമിന്റെ പാതയുണ്ട്. അതല്ലേ ഓക്കെ ഉസ്താദ് കാണിച്ചു തന്നത്? അത് തന്നെയല്ലേ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് മഹാനായ താജുൽ ഉലമ സ്വതഖത്തുള്ള ഉസ്താദ് കാണിച്ചു തന്നത്? അതല്ലേ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് അവറുകൾ കാണിച്ചു തന്നത്? അതല്ലേ ബഹുമാനപ്പെട്ട കണ്ണിയത്തോരിൽ നിന്ന് പഠിച്ചെടുത്തത്? അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ മഹാനായ സ്വതഖത്തുള്ള ഉസ്താദിന്റെ ഗുരുവര്യര് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുത്തൊരു മാർഗമാണത്. അങ്ങനെ കുത്തുബി ഉസ്താദിലൂടെ അങ്ങനെ പോയാൽ അവസാനം ഹബീബായ തങ്ങളിലേക്ക് എത്തിപ്പെടുന്നൊരു മാർഗം. അതാണ് ഉമ്മമാരെ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതല്ലാത്തതൊക്കെ പിഴച്ച മാർഗമാണ്. പുത്തൻവാദികൾക്ക് നിങ്ങൾ എന്ത് പേരിട്ടാലോ, അവരെ നിങ്ങൾ ജമാഅത്തുകാരെന്ന് വിളിച്ചാലോ, നിങ്ങൾ മുജാഹിദുകാരെന്ന് പേര് വെച്ചാലോ, അവർക്ക് നിങ്ങൾ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാലോ, കള്ളത്വരീഖത്തുകാരെന്ന് പറഞ്ഞാലോ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളിലൂടെ നമുക്ക് കൈമാറിയ ആ ഒരു ആശയം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോ യജമാനനായ റബ്ബ് തആല നമ്മുടെ തൗബ സ്വീകരിക്കോ. ആ സ്ഥാനത്ത് ഒരാൾ പുത്തൻവാദിയായാൽ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബ അൻ സാഹിബി കുല്ലി ബിദ്അ. എല്ലാ പുത്തൻവാദികളെ തൊട്ടും അല്ലാഹു തആല തൗബയുടെ വാതിൽ മറച്ചു വെച്ചിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു